ശാലോം ടെലിവിഷനും തലശ്ശേരി അതിരൂപതയുടെ KCYM പ്രസ്ഥാനവും സംയുക്തമായി നടത്തിവരുന്ന യുകാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളോടൊപ്പം ഈ യുകാറ്റ് പ്രോഗ്രാമിൽ നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുവാനായിട്ട്, സംശയങ്ങൾ ദൂരീകരിക്കുവാനായിട്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശ്വാസ സംബന്ധമായ ഒരുപാട് സംശയങ്ങളുമായി നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ചുണക്കുട്ടികളായ നമ്മുടെ ക്രിസ്തുരാജ നേഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾക്കും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. അധികം സമയം ഞാൻ എടുക്കാതെ തന്നെ നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഞാൻ ആദ്യമേ തന്നെ നൽകുകയാണ്. എൻ്റെ പേര് നിവ്യ. ഞാൻ അങ്ങാടിക്കടവ് ഇടവകയിൽ നിന്ന് വരുന്നു. പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്: അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ ഓടിക്കൂടി അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെ സഭ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്രകാരമുള്ള വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? യെസ്, നിവ്യ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചില സ്ഥലങ്ങളിൽ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്താറുണ്ട്, ഒഴുകി എത്തും. പ്രത്യേകിച്ച് മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് രക്തമായിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ ആ രൂപം കാണാൻ വേണ്ടി ആളുകൾ ഓടിക്കൂടാറുണ്ട്. മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് തേനും എണ്ണയും ഒക്കെ ഒഴുകുന്നു എന്നൊക്കെ കേട്ട് ആളുകൾ ഓടിക്കൂടുന്നു നമ്മൾ കാണാറുണ്ട്. അല്ല, ഈശോയുടെ ക്രൂശിത രൂപത്തിൽ നിന്ന് ചോര ഒഴുകി തുടങ്ങുന്നു എന്നൊക്കെ കേൾക്കുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ അങ്ങോട്ടേക്ക് ഓടാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പലരെയും. ഇതിനെയെല്ലാം ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് ഇല്ലയോ എന്നുള്ളത് ആദ്യമേ പരിശോധിക്കണം. കാരണം മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഇങ്ങനെ യഥാർത്ഥത്തിൽ രക്തക്കണ്ണീര് ഒഴുകിയിട്ടുണ്ടോ, അത് ഒഴുകുന്നുണ്ടോ, അത് ശാസ്ത്രീയമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറെ ആരെങ്കിലും അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമമായ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ഇനി അഥവാ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലോകചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. അത്തരം ഇടപെടലുകൾ നടക്കുമ്പോൾ സഭ അതിനെ പ്രത്യേകിച്ച് ആവേശത്തോടെ സ്വീകരിക്കാറുമില്ല, അതിനെ തള്ളിക്കളയാറുമില്ല. അത് ഒരു സ്വകാര്യ വെളിപാടായിട്ടാണ് സഭ അതിനെ കരുതുക. ഏതെങ്കിലും വീട്ടിൽ അത് സംഭവിക്കുന്നുവെങ്കിൽ അത് ആ വീട്ടുകാർക്കുള്ള ദൈവത്തിൻ്റെ എന്തെങ്കിലും സന്ദേശമായിരിക്കും. അവർ കൂടുതൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ജീവിക്കണം എന്നുള്ള മുന്നറിയിപ്പായിരിക്കും. അല്ലെ, ഒരു പ്രദേശത്ത് അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പ്രദേശംകാര് കൂടുതൽ ദൈവ സ്നേഹത്തിൽ വളരാനുള്ള ദൈവത്തിൻ്റെ ഒരു ക്ഷണമായിരിക്കും. അത് അവർ സ്വീകരിക്കട്ടെ എന്ന ഒരു മനോഭാവമാണ് സഭ സ്വീകരിക്കാറുള്ളത്. മറിച്ച് ഇതിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരുന്നുണ്ട് എങ്കിൽ സഭയിൽ അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. റോമിലെ വിശ്വാസ തിരുസംഘത്തിൻ്റെ കാര്യാലയത്തിലേക്കാണ് ഇത്തരം സന്ദർഭങ്ങൾ കൂടുതൽ പഠന വിഷയമാക്കേണ്ടതുണ്ട് എന്ന് സ്ഥലത്തെ മെത്രാന് തോന്നുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയം റോമിലെ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും അതിനുവേണ്ടി നടത്തേണ്ട നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അപ്രകാരം നടത്തേണ്ട ആളുകൾ ആരൊക്കെയാണ് തുടങ്ങിയ വിശദമായ നിർദ്ദേശങ്ങൾ റോമിൽ നിന്ന് ലഭിക്കുകയും റോം തന്നെ ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അവര് പഠനങ്ങൾ പൂർത്തീകരിച്ച്, ഇതെല്ലാം വളരെ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങൾ, ആ പഠനങ്ങൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കും. വീണ്ടും ചിലപ്പോൾ പഠിക്കേണ്ടി വന്നിരിക്കും. അങ്ങനെ 10, 20, 40 കൊല്ലമൊക്കെ എടുത്താണ് ചിലപ്പോൾ ചില അടയാളങ്ങളുടെ ആധികാരികത സഭ അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിച്ചു കഴിയുമ്പോൾ പോലും അതിൻ്റെ അർത്ഥം എന്താണ്?
അത് നമ്മുടെ വിശ്വാസത്തിൽ പുതിയതായി ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. ഈ സ്വകാര്യ വെളിപാടുകളെ സഭ അംഗീകരിക്കുന്നതിൻ്റെ കാരണം ഈ സ്വകാര്യ വെളിപാട് പുതുതായി ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. കാരണം ഈശോമിശിഹായിലൂടെ ദൈവം തന്ന വെളിപാടാണ് വെളിപാടിൻ്റെ പൂർണ്ണത. അതിനേക്കാളും വലിയ കാര്യമൊന്നും ഇനി നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ സത്യം. ആ വെളിപാടിൽ പറഞ്ഞ കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അടയാളങ്ങളാണ് എങ്കിൽ ആ അടയാളങ്ങളെ സഭ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം അംഗീകരിക്കാറുണ്ട്. ഇങ്ങനെ അംഗീകരിച്ചു കഴിയുമ്പോഴും സഭ പറയുന്നുണ്ട്, ആ സ്വകാര്യ വെളിപാടിനെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടോ ഇല്ലയോ? സഭ അതേക്കുറിച്ച് പഠനം നടത്തി. പരിശുദ്ധ ദൈവമാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമായ കാര്യമായിട്ട് സഭ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് ഏതെങ്കിലും കത്തോലിക്കൻ കരുതുന്നുണ്ട് എങ്കിൽ അവൻ ഒരിക്കലും തെറ്റായ കാര്യമല്ല, അവനത് വിശ്വസിക്കാൻ ബാധ്യസ്ഥനല്ല. വിശ്വസിക്കാൻ ബാധ്യസ്ഥമായ കാര്യങ്ങൾ വിശ്വാസ സത്യങ്ങളാണ്. പരിശുദ്ധ ദൈവമാതാവ് അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്, നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്. ഈ സത്യങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ കത്തോലിക്ക വിശ്വാസത്തിന് ഭംഗം വരും. അതേസമയം മാതാവ് മെജിഗോറിയിൽ പ്രത്യക്ഷപ്പെട്ടോ, ഗാഡലൂപ്പയിൽ വന്നോ, വേളാങ്കണ്ണിയിൽ വന്നോ, ഇതൊക്കെ സ്വകാര്യ വെളിപാടുകളാണ്. അതെല്ലാവരും നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യമാണ് എന്ന് സഭ ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂര് ദിവ്യകാരുണ്യത്തിൽ ഇങ്ങനെ ഒരു അടയാളം ദൃശ്യമായി. ഇതേക്കുറിച്ച് ഇത് ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഏതാനും വർഷങ്ങൾ ഇത് നമ്മൾ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ രഹസ്യമായി സൂക്ഷിച്ചു. എന്നാൽ ആ രൂപം മാഞ്ഞു പോവുകയോ ആ തിരുവോസ്തിക്ക് യാതൊരു ഭംഗം വരികയോ ചെയ്യാതിരുന്നപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി റോമിലെ വിശ്വാസ തിരുസംഘത്തെ സമീപിച്ചു. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിവിധങ്ങളായ പഠനങ്ങൾ വിശ്വാസ തിരുസംഘത്തിൻ്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കുറേ പഠനങ്ങൾ അവർ നടത്തി, കുറേ പഠനങ്ങൾ നമ്മളോട് നടത്താൻ പറഞ്ഞു. അവയുടെ എല്ലാം പഠന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ പഠനങ്ങളാണ്. അവ റോമിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അവയെല്ലാം പഠിച്ചും വിലയിരുത്തിയും റോമിലെ ഈ കാര്യങ്ങളെ വിലയിരുത്തുന്ന വിശ്വാസ തിരുസംഘത്തിൻ്റെ സമിതി പറഞ്ഞു, ഓക്കെ, ഈ ദിവ്യകാരുണ്യത്തിൽ ദർശിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം എന്നത് പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് അതിനെ പരിശുദ്ധ കുർബാനയുടെ ഒരു അടയാളമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ല എന്ന് റോം നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരടയാളമായി അതിനെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് പറയുമ്പോഴും അതൊരു ദിവ്യകാരുണ്യ അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതം എന്താണ്? ഓരോ പരിശുദ്ധ കുർബാനയിലും നാം സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തമായി മാറുന്നു. അതാണ് യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയും. ആ സത്യത്തെ സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ അടയാളത്തിലൂടെ. പരിശുദ്ധ കുർബാനയെ നോക്കിയിരുന്നാൽ ഈശോയുടെ തിരുമുഖമാണ് നമ്മൾ ദർശിക്കുന്നത് എന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലേ? ആ സത്യം സ്വർഗം തന്നെ ഇതാ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്ന് ഈ ഒരു ദർശനത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. സഭ അതിനെ അംഗീകരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സത്യവിശ്വാസത്തെ ഈ അടയാളം കൂടുതൽ പോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്നതിലും
അങ്ങോട്ട് തീർത്ഥാടനം നടത്തുന്നതും നല്ലതാണ് എന്ന് വിശ്വാസ തിരുസംഘം നിരീക്ഷിച്ചതിൻ്റെ കാരണം അതാണ്. അപ്പം ആ അർത്ഥത്തിലാണ് നമ്മളെല്ലാ അടയാളങ്ങളെയും മനസ്സിലാക്കേണ്ടത്. ഈ അടയാളങ്ങൾ കാണാനുള്ള വ്യഗ്രത അത് വിശ്വാസിക്ക് അമിതമായി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. സത്യമായും നാം ഓരോ പരിശുദ്ധ കുർബാനയിലും സ്വീകരിക്കുന്നത് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ തന്നെയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ ഈശോയെ സ്വീകരിക്കുക. അതാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് നമുക്ക് കൂടുതൽ തെളിവ് തരുന്നതാണ് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. പിതാവ്, എൻ്റെ പേര് അഞ്ജു എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്. ചില ദേവാലയങ്ങളിലും മറ്റും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ആളുകൾ തൊട്ടുമുത്തുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കുമ്പിട്ട് വണങ്ങുന്നതും കാണാറുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുവദനീയമാണോ? എന്തിനു വേണ്ടിയാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത്? വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് സഭയുടെ ഒരു പൗരാണിക പാരമ്പര്യമാണ്. പണ്ടുകാലം മുതലേ ഉള്ള ഒരു പാരമ്പര്യമാണ്. വിശുദ്ധരുടെ ശവകുടീരങ്ങളിലേക്കുള്ള തീർത്ഥാടനം, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ മൃതശരീരങ്ങൾ സംസ്കരിച്ച കുടീരങ്ങളിലേക്കുള്ള തീർത്ഥാടനം, അത് സഭയുടെ ആരംഭകാല വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഈശോയുടെ കാൽപാദം പതിഞ്ഞ, ഈശോയുടെ തിരുരക്തം വീണ കാൽവരി മലയിലേക്ക്, ഈശോയെ സംസ്കരിച്ച കല്ലറയിലേക്ക് ഒക്കെ തീർത്ഥാടനം, വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനവും നമ്മുടെ വിശ്വാസത്തിൽ ആരംഭം മുതലേ ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ തിരുശേഷിപ്പുകളോടുള്ള ആദരവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ തിരുശേഷിപ്പുകളെ നമ്മൾ ആദരിക്കുമ്പോൾ ആ മനുഷ്യ വ്യക്തിയിൽ ദൈവമായ കർത്താവ് പ്രവർത്തിച്ച വലിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യത്തെയാണ് നമ്മൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞ അൽഫോൻസാമയുടെ തിരുശേഷിപ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച, സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിച്ച ഒരു ക്ലാര സഭാംഗമായ കന്യാസ്ത്രീ അമ്മയാണ് അൽഫോൻസാമ നമുക്കറിയാം. പക്ഷേ അവളുടെ ആ സാധാരണ ജീവിതത്തിൽ അലൗകികമായ ദൈവികമായ ഇടപെടലുണ്ടെന്നും അതിൽ അസാധാരണമായ വിശുദ്ധിയുണ്ട് എന്നും തിരുസഭ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സഭ അത് വെളിപ്പെടുത്തി തന്നപ്പോൾ നമ്മൾ അൽഫോൻസാമയെ കാണുന്ന എങ്ങനെയാണ്? ഈ അൽഫോൻസാമ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ആഗ്രഹമാണ് അൽഫോൻസാമയെ വണങ്ങുമ്പോൾ നമുക്കുള്ളത്. സ്വർഗത്തിൽ ദൈവത്തിരുമുമ്പിലായിരിക്കുന്ന അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അൽഫോൻസാമയുടെ തിരുശേഷിപ്പ് വണങ്ങുമ്പോൾ നാം അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. അത് സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകയാൽ പരമ്പരാഗതമായി സഭ ഈ ഒരു കാര്യം അനുഷ്ഠിക്കുന്നതിനാൽ അത് തികച്ചും ന്യായവും യുക്തവുമായ കാര്യമായിട്ട് തന്നെയാണ് സഭ കരുതുക. എന്നാൽ പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന അതേ ആദരവ് തിരുശേഷിപ്പുകൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം പരിശുദ്ധ കുർബാന സത്യമായും ദൈവപുത്രനായ ഈശോയുടെ ശരീരമാണ്. എന്നാൽ തിരുശേഷിപ്പുകൾ എന്നത് ഒരു മനുഷ്യ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭാഗമോ അവർ ഉപയോഗിച്ചൊരു വസ്ത്രത്തിൻ്റെ ഭാഗമോ മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഈ ആദരവ് പ്രകടിപ്പിക്കൽ തമ്മിൽ വ്യത്യാസം കാണാതെ പോകുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന ആരാധനയും തിരുശേഷിപ്പുകൾക്ക് നൽകുന്ന ആദരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ആദരവ് എന്ന് പറയുന്നത് ആ വ്യക്തികളിലൂടെ ദൈവം പ്രകടമാക്കിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിന് നാം ആമേൻ പറയുകയാണ് തിരുശേഷിപ്പുകളെ വണങ്ങുമ്പോൾ ചെയ്യുന്നത് എന്നോർത്താൽ മതി. അത് ആ വ്യക്തികളുടെ പ്രാധാന്യമല്ല, ആ വ്യക്തികളിലൂടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രാധാന്യമാണ് സഭ ഏറ്റുപറയുന്നത്.
നമ്മുടെ സഭയില് ഈ വിഗ്രഹങ്ങള് ആരാധിക്കുന്നത് തെറ്റല്ലേ? അപ്പൊ ഈ വിസ്തരുടെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നത് വിഗ്രഹാരാധനയിൽ പെടുത്താൻ പറ്റുമോ? വിശുദ്ധരുടെ തിരുശേഷിപ്പുകള് വിഗ്രഹാരാധനയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ നമ്മൾ ആരും ആരാധിക്കാൻ പാടില്ല എന്നാണ് സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ നമ്മൾ ആരാധിച്ചാൽ അത് തെറ്റാണ്. അത് തന്നെയാണ് സഭയുടെ പഠനം. മറിച്ച് നമ്മൾ അതിന് ആദരവ് നൽകുന്നതേ ഉള്ളൂ. ഇപ്പോൾ മരിച്ചുപോയ വല്യപ്പന്മാര്, വല്യമ്മമാര്, അവരുടെയൊക്കെ ഒരു ഫോട്ടോ വീട്ടിൽ വയ്ക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി വല്യപ്പനെ സ്തുതി ചൊല്ലിയിട്ട് പോകുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ട്. വല്യപ്പനെ നിങ്ങൾ ആരാധിക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാധിക്കുകയാണോ? അതെയോ? അല്ല. പിന്നെന്താണ്? വല്യപ്പനോടൊരു ആദരവ് പ്രകടിപ്പിക്കുകയാണ്. കാരണം ആ വല്യപ്പൻ്റെ ത്യാഗവും കഷ്ടപ്പാടും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനും ഇന്ന് കാണുന്ന ഭദ്രതയിൽ എത്തിക്കാനും നിമിത്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആ വല്യപ്പനോട് നമ്മൾ ആദരവ് കാണിക്കും, അല്ലെ വല്യമ്മച്ചിയോട് ആദരവ് കാണിക്കും. അത് ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥാനമല്ല. നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഈശോയ്ക്ക് കൊടുക്കുന്ന ആദരവല്ല വല്യപ്പന് കൊടുക്കുന്നു. വല്യപ്പൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് പറയുന്ന എന്താണ്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വല്യം ചാച്ച എന്ന് പറഞ്ഞാണ് സ്തുതി ചൊല്ലിയിട്ട് പോകുന്നത് അല്ലേ? വല്യപ്പനെ അല്ല അവിടെ വണങ്ങിയത്. ആരെയാണ്? ഈശോയെ തന്നെയാണ് നമ്മൾ ആരാധിച്ചത്. അതുതന്നെയാണ് ഈ തിരുശേഷിപ്പുകളുടെ വണക്കത്തിലൂടെ സഭ ചെയ്യുന്നത്. എല്ലാ വല്യപ്പന്മാരെയും പള്ളി കയറ്റി വെക്കാൻ പറ്റാത്തത് കൊണ്ട് മാതൃകാപരമായി ജീവിച്ചവരും അതുപോലെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളെന്ന് സഭ ഔദ്യോഗികമായി പഠിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് വിശുദ്ധര്. അവരെ വണങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണെന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് ആ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ ആരാധിക്കരുത്. ആരാധിച്ചാൽ അത് വിഗ്രഹാരാധനയാണെന്ന് പറയേണ്ടി വരും. കാരണം സഭ അങ്ങനെ നമ്മളോട് ആരോടും ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെ. ആരാധനയ്ക്ക് അർഹൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം മാത്രമാണ്. പിതാവേ, എൻ്റെ പേര് ജിതിൻ. എന്താണ് സുവിശേഷ ഭാഗ്യം? എന്തുകൊണ്ടാണ് ഇവയെ അപ്രകാരം പറയുന്നത്? സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5 മുതൽ 8 വരെ അധ്യായങ്ങൾ ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഈശോ ഒരു മലയിൽ കയറി ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചതുപോലെ പുതിയ നിയമത്തിൻ്റെ മോശയായി ഈശോ മലമുകളിലിരുന്ന് തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്നതായിട്ടാണ് മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഈശോ ആ പ്രഭാഷണം തുടങ്ങുമ്പോൾ 8 ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നു. അതാണ് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, എല്ലാത്തരം അവമാനങ്ങളും എന്നെ പ്രതി സ്വീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ഈശോ ഭാഗ്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ ഈശോ പറഞ്ഞ 8 ഭാഗ്യങ്ങളെയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ അഥവാ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് നമ്മൾ സാധാരണ ഭാഷയെ വിളിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗ്യങ്ങളൊക്കെയും ആത്യന്തികമായി സാധാരണ ചിന്താഗതിയിൽ നിന്ന് തുലവും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇപ്പം ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യത്തെ ഒരിക്കലും നമുക്ക് ഭാഗ്യമായിട്ട് കരുതാൻ പറ്റുകയില്ല അല്ലേ? തിന്നാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥ, മരുന്ന് മേടിക്കാൻ കാശില്ലാത്ത അവസ്ഥ, തുണി ഉടുക്കാനുള്ള മേടിക്കാനുള്ള കാശില്ലാത്ത അവസ്ഥ, അതല്ല എങ്കിൽ നന്നായി പഠിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കളുടെ അവസ്ഥ, ഇതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ഗതികേടുകളാണ്. ഈ ഗതികേടിനെ നോക്കിയാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഭാഗ്യവാൻ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഈ ഭൗമിക സമ്പത്തിൻ്റെ പിന്നാലെ വ്യഗ്രതപ്പെട്ട് നടക്കുന്നവന് ദൈവരാജ്യം സ്വന്തമാക്കാനാവില്ല.
ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും മറ്റ് ഭൗതിക നേട്ടങ്ങളുമല്ല. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് എന്ന് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ പൊരുളാണത്. ദൈവരാജ്യം പരമപ്രധാനം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ എന്നാണ്. നമ്മൾ കഷ്ടതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈശോയോടൊത്താണ്. അതിൽ നിങ്ങൾ സന്തോഷിക്കാൻ പറ്റും. എല്ലാത്തരം ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ വ്യാജമായി ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. നിങ്ങൾക്ക് മുൻപേ വന്ന പ്രവാചകന്മാരോടും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാണ് ഈശോ അഷ്ടസൗഭാഗ്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ തിരുനാമത്തെ പ്രതി നാം അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, പരിത്യക്താവസ്ഥകൾ അവയൊക്കെയും ഭാഗ്യപ്പെട്ടതാണ്. അത് നമ്മൾ സഭയുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ 12 അപ്പസ്തോലന്മാർ എത്രയോ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത്. പത്രോസ് ശ്ലീഹായെ തല കീഴാക്കി കുരിശെ തറച്ചു കൊന്നു. പൗലോസ് അപ്പസ്തോലന്റെ കഴുത്തു വെട്ടിയെടുത്തു. അന്ത്രയോസ് ശ്ലീഹായെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചു കൊന്നു. നമ്മൾ അപ്പസ്തോലന്മാർ ഓരോരുത്തരുടെയും ചരിത്രം എടുത്താൽ മനസ്സിലാകും, അവർ ക്രൂരമായി കൊല്ലപ്പെട്ടവരാണ്. തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നു കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചു. വാസ്തവത്തിൽ അവരുടെയൊക്കെ ജീവിതം അവിടെ കൊണ്ട് തീർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ അവരങ്ങനെ മരിച്ച് മണ്ണടിഞ്ഞ് ഇല്ലാതായി പോയവരല്ല. അവരെല്ലാം അത്ഭുതകരമായി തിരിച്ചു വന്നു. എങ്ങനെയാ തിരിച്ചു വന്നത്? അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തെ പിന്നീട് ലോകം അംഗീകരിച്ചു. ഈ ഭാരത മണ്ണിൽ ദൈവരാജ്യം വളരാൻ തുടങ്ങിയത് തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്. ഓരോ നാട്ടിലും ഈശോയുടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടത് അപ്പസ്തോലന്മാരുടെ ചോര മണ്ണിൽ വീണപ്പോഴായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് വേദനിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറയുമ്പോൾ, പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ, ശരിക്കും വേദനിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരായിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് തിരുസഭ നമുക്ക് ചരിത്രത്തിലൂടെ ഈ ധീര രക്തസാക്ഷികളുടെ കഥ പറഞ്ഞു തന്നുകൊണ്ട് പഠിപ്പിക്കുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് അത്ഭുതങ്ങളെപ്പറ്റിയും അടയാളങ്ങളെപ്പറ്റിയും സംസാരിച്ചു. തീർച്ചയായും ഒരു വിശ്വാസിയെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിട്ട് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും സഹായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ചിന്തിച്ചു, ചർച്ച ചെയ്തു. ആരാധന അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് മാത്രമാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റ് യുവജനങ്ങളുമായി കൂടുതൽ സംശയങ്ങളുമായി കണ്ടുമുട്ടും. നന്ദി.